ഫറവോൻ്റെ അടിമത്തത്തിൽ, ഫറവോൻ്റെ ചിന്തകളിൽ ഇസ്രായേൽ മക്കളെ പിടിച്ചൊതുക്കി അവരുടെ സമ്പത്ത് അവിടെ ഒതുക്കി, അവരുടെ ആരോഗ്യം അവിടെ ഒതുക്കി, അവരുടെ വിദ്യാഭ്യാസം ആ മിസ്രൈം ദേശത്ത് ഒതുക്കി നിർത്തി. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി എവിടെ ഒതുക്കി നിർത്തിയോ അവിടെ നിന്ന് തന്നെ ജനത്തെ പുറത്തു കൊണ്ടുവരണമെന്നുള്ളതായിരുന്നു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. ഇന്ന് പകൽ ആദ്യ ദൂത് ഞാൻ കൈമാറാം. ശത്രു നിന്നെ എവിടെ ഒതുക്കാൻ ശ്രമിച്ചോ, എവിടെ നിന്നെ അടിമയാക്കാൻ ശ്രമിച്ചോ, എവിടെ നിന്നെ തകർത്തു കളയാൻ ശ്രമിച്ചോ, അവിടെ നിന്ന് ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവ പൈതലിനോടും ഇന്ന് പകൽ എനിക്ക് പറയാൻ ഒറ്റ സന്ദേശമേ ഉള്ളൂ. എവിടെ പ്രാർത്ഥിക്കുന്നവനെ ഒതുക്കണമെന്ന് പിശാച് നോക്കിയാൽ, എവിടെ ആരാധിക്കുന്നവനെ ഒതുക്കണമെന്ന് പിശാച് നോക്കിയാൽ, അവരെ അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ പദ്ധതി അല്ലേ, ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ കർത്താവിന് എൻ്റെ മേലും നിങ്ങളുടെ മേലൊരു പദ്ധതിയുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരാം. ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 22 22-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ട് വളരെ സുപരിതമായ ദൈവ സാന്നിധ്യത്തിൽ കൂടെ നാം ചിന്തിക്കേണ്ടതായ ഒന്ന് രണ്ട് ദൈവിക ചിന്തകൾ നമുക്ക് വായിക്കാം. അതിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 22 വേഴ്സസ് 8, 8-ാമത്തെ വാക്യവും വേഴ്സസ് 12, 12-ാമത്തെ വാക്യവും അല്പസമയത്തെ ധ്യാനത്തിനായി വായിച്ചാൽ. അടുത്ത 12-ാമത്തെ വാക്യം. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു അധ്യായമാണ് 22-ാം അധ്യായം നമ്മൾ വായിപ്പാനിടയായി. ചില നാളുകൾക്ക് മുന്നമേ പരിശുദ്ധാത്മാവ് ഈ ഭാഗങ്ങളിൽ കൂടെ ദൈവം തന്ന ചില ദൈവിക ചിന്തകൾ, സ്തോത്രം, മനസ്സിൽ ഇണങ്ങിയ നിലയിൽ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിലയിൽ അത് വളരെ കാച്ചിക്കുറുക്കി ഒരു സന്ദേശമായി, ദൂതായി ഇന്ന് പകൽ ദൈവസഭയ്ക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഇന്നത്തെ എൻ്റെ സന്ദേശത്തെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം. ഒന്ന് ഒരുക്കുവീൻ. അതിൻ്റെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് പ്രിപ്പയർ എന്ന ഒരുക്കുവീൻ. രണ്ടാമത് വായിച്ചു വിരിച്ചൊരുക്കിയ ഒരു മാളിക. അപ്പോൾ ഒരുക്കി കിടക്കുന്ന ഫർണിഷ്ഡ് അല്ലേ. 12-ാമത്തെ വാക്യം എന്താ കൊടുത്തിരിക്കുന്നത്? ഫർണിഷ്ഡ്. 1-ാമത്തെ വാക്യത്തിൽ വായിച്ചപ്പോൾ കൊടുത്തിരിക്കുന്നത് പ്രിപ്പയർ, 2 കൊടുത്തിരിക്കുന്നത് ഫർണിഷ്ഡ്. ഇത് 2 ആര് പറഞ്ഞതാ? പറഞ്ഞേ, 2 ആര് പറഞ്ഞതാ? കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു. ഒന്ന്, നിങ്ങൾ ഒരു മാളിക പെസക ഒരുക്കുവാൻ വേണ്ടി ഒരു സ്ഥലം ഒരുക്കണം. രണ്ടാമതായി കർത്താവ് 1-2 വചനം താഴോട്ട് വന്നപ്പം പറയുക, നിങ്ങൾ ഒരുക്കേണ്ട, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഫർണിഷ്ഡ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നെ ഈ 2 വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ചെങ്കിലേ ഇന്നത്തെ സന്ദേശം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. 1 ഒരുക്കുവീൻ, 2 ഫർണിഷ് ചെയ്തിരിക്കുന്ന റൂം കാണിക്കാം. പ്രിപ്പയർ ആൻഡ് ഫർണിഷ്ഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം എന്നിൽ കൂടെയും നിങ്ങളിൽ കൂടെയും ആഗ്രഹിക്കുന്ന ദൈവിക ചിന്തകളിൽ കൂടെ ഇന്ന് പകൽ നമ്മൾ നടന്നു കയറിയതിന് ശേഷമായി ദൈവസ്ഥലം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് പറയാം, കർത്താവ് യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാർ നടക്കുകയാണ്. അവർ രോഗത്തിന്മേൽ അധികാരമുള്ളവർ, പാപികളെ വിടുവിച്ചുകൊണ്ട് വളരെ പുരുഷാരങ്ങൾ നടന്നു പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട യാത്ര നമുക്കിവിടെ കാണുവാൻ കഴിയും. ഇവിടെ പെസകയുടെ ഒരുക്ക ദിനങ്ങൾ. പെസക എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു. യെരുശലേമിൽ പെസക നടക്കുമ്പോൾ വർഷത്തിലൊരിക്കൽ, 3 വർഷം കൂടുമ്പോൾ, 1 വർഷത്തിൽ കൂടുമ്പോൾ പെസകകൾ നടക്കാറുണ്ട്. ഈ കരിയംപ്ലാവ് കൺവെൻഷൻ നടക്കുന്നത് ഞങ്ങളുടെ വീടിനോടടുത്ത സ്തോത്രം. അപ്പോൾ ഇവിടെ ഈ കൺവെൻഷൻ നടക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വരെയും വണ്ടികൾ ഇട്ടേക്കും. കാരണം അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്യണം? പാർക്കിംഗ് ഇല്ല. കുമ്പനാട് കൺവെൻഷൻ എന്ന് ചില സമയത്ത് നെല്ലാട് വണ്ടി ഇട്ടിട്ട് കുമ്പനാട് വരെ പോയിട്ടുണ്ട്. കാരണം എന്നാ? അവിടെ ഒന്നും എന്തില്ല, സ്ഥലമില്ല, പാർക്കിങ്ങിന് ഇടയില്ല. കാരണം എന്നാ? വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ജനറൽ കൺവെൻഷന് ലോകത്തിൻ്റെ നാനാ തുറകളിലുള്ളവരെല്ലാം എന്ത് ചെയ്യും? ഒരുമിച്ച് കൂടുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ ഒന്നും സ്ഥലമില്ല. വീടിൻ്റെ മുറ്റം വരെയും വണ്ടികൾ. വീടിൻ്റെ മുറ്റം തന്നെയല്ല, ബന്ധുക്കളും ബന്ധുമിത്രാദികളും എല്ലാം ഇതിനടുത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എല്ലാം എന്ത് ചെയ്യുക? താമസിക്കുക. ആഴ്ചകളോളം വന്ന് അവിടെ താമസിക്കുകയാണ്. അപ്പം നിങ്ങൾ ആ ഒരു ചിന്തയിലേക്ക് ഓർക്കണം. പെസക നടക്കുന്ന ഒരു സമയം, അതിൻ്റെ ഏരിയ മുഴുവൻ ഫില്ല അല്ലേ?
നിങ്ങൾ ശ്രദ്ധിക്കണേ, അതിൻ്റെ ഏരിയ മുഴുവൻ എന്താ കവറിങ്ങാ. ഒറ്റ വാഹനം ഇടാൻ പറ്റത്തില്ല. വന്നവരുടെ എല്ലാ ഒട്ടകങ്ങളും രഥങ്ങളും എല്ലാം പലയിടങ്ങളിൽ കൊണ്ട് നിർത്തിയിട്ടിരിക്കുന്നു. അടുത്ത ബന്ധുമിത്രാദികളുടെ വീടുകളിലൊക്കെ എന്താ മുഴുവൻ ജനങ്ങളും കുട്ടികളും ഒക്കെ ആയിട്ട് ആഴ്ചകളോളം മുമ്പേ അവർ തുണിയും പാണ്ടക്കെട്ടും ഒക്കെ ആയിട്ട് വന്നേക്ക്. എന്തിനാ? ഈ പെസക കൂടി തിരിച്ചു പോകാൻ വേണ്ടി. അത്രത്തോളം തിരക്ക് പിടിച്ച, അത്രത്തോളം ബിസി ഷെഡ്യൂൾ ആയിരിക്കുന്ന ഒരു സമയത്ത് ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്. എന്താ പറയുന്നേ? നിങ്ങൾ പോയി പെസക ഒരുക്കാൻ സ്ഥലം കണ്ടെത്തണം. എവിടെ കണ്ടെത്താനാ? കാരണം പെസകയുടെ പെരുന്നാൾ അവിടെ തുടങ്ങുമ്പോൾ ഇവർക്ക് വേണ്ടി സ്ഥലം കണ്ടെത്താൻ ആ ദേശത്തൊറ്റ വീടുകളില്ല. എൻ്റെ കൂടെ വരണം. എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ച് അതേ ആംഗിളിൽ ദൈവസഭയോട് ഞാൻ ദൂത് തരാം. അവിടെയെങ്കിലും ഒറ്റ വീടുകൾ കാലിയില്ലെന്ന്. എല്ലാ ബെഡ്റൂമും നിറഞ്ഞു കിടക്കുകയാണ്. എത്ര പേരുണ്ട്? തറയിലെല്ലാം പാവിരിച്ച് കിടക്കുകയാണ്. ചത്തിന്റെ മുകളിലെല്ലാം ആൾക്കാർ കിടക്കുകയാണ്. മുറ്റത്തെല്ലാം വാഹനം കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുക. സ്തോത്രം. പല ബുക്ക് സ്റ്റോളുകളും പല പല ആർഭാടങ്ങൾ നിറഞ്ഞ വലിയ വലിയ സാധനങ്ങൾ വിൽപ്പനക്കാർ വന്ന് ആ ഏരിയ മുഴുവൻ സ്റ്റോളുകൾ ഇട്ടിരിക്കുകയാണ്. യാതൊരു സാധ്യതയില്ല. നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് പറയുകയാ എന്ത് ചെയ്യണം. അപ്പോൾ വായിച്ച അതിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ വായിച്ചാട്ടെ. അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെ കുറിച്ച് സംസാരിച്ചു. അവർ സന്തോഷിച്ച് അവന് ദ്രവ്യം കൊടുക്കാമെന്ന് പറഞ്ഞു. അടുത്ത വചനം. വാക്ക് കൊടുത്തു. പുരുഷാരമില്ലാത്ത സമയത്ത് അവനെ കാണിച്ചു കൊടുക്കാൻ തക്കം അന്വേഷിച്ചു. 7-ാമത്തെ വാക്യം. പെസഹ കുഞ്ഞാടിനെ അറക്കേണ്ട പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. പെസഹ കുഞ്ഞാടിനെ അറക്കേണ്ട പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. ഭയങ്കര പെരുന്നാളത്. അത് നിങ്ങൾക്ക് ചരിത്രം പഠിക്കുമ്പോൾ അറിയാം. സ്വതന്ത്ര യഹൂദന്മാര് ഏറ്റവും കൂടുതൽ വില കൊടുത്തിട്ടുള്ള, യഹൂദന്മാർ ഏറ്റവും കൂടുതൽ അവരുടെ ശരീരവും മനസ്സും ഉറപ്പിച്ച ഒരു പെരുന്നാളാ ഈ അപ്പത്തിന്റെ പെരുന്നാൾ. അടുത്ത വചനം. 8-ാമത്തെ വാക്യം. 12 പേർ യേശുവിന്റെ കൂടെയുണ്ട്. ഈ 12 പേരിൽ എൻ്റെ കർത്താവ് 2 പേരെ അരിച്ചെടുത്തു. 12 പേരിൽ 2 പേരെ കർത്താവ് അരിച്ചെടുത്തിട്ട് പറയുകയാ, എല്ലാവരും പോകണ്ട, പത്രോസും യോഹന്നാനും പോയി നമുക്ക് പെസക ഒരുക്കേണ്ട സ്ഥലം കണ്ടെത്തണം. ഉടനെ അവരുടെ ചിന്ത, ഉള്ളിൽ കൂടെ ഒരു അകവാള് വെട്ടുന്ന ഒരു ചിന്ത വന്നിട്ട് അവർ അടുത്ത ചോദ്യം ചോദിക്കുന്നത് കണ്ടോ. ഈ ചോദ്യം എന്നെ വളരെ സ്വാധീനിച്ചു. കാരണം ആ ചോദ്യത്തിന്റെ ആഴം എന്നാണെന്നറിയാമോ? അവിടെ എന്തില്ല പറഞ്ഞേ, സ്ഥലമില്ലച്ചാ, ഒറ്റ വീടുകൾ കാര്യമില്ലെന്ന്. ഭയങ്കരമായിട്ട് ആഴ്ചകളോളം കൊണ്ടുവന്ന് അവിടെ എല്ലാം കാര്യങ്ങൾ അങ്ങ് സെറ്റ് ചെയ്തിരിക്കുക. നേരത്തെ വിളിച്ചു പറയും, ഞങ്ങൾ ജനുവരി മാസം വരുന്നുണ്ട്, ആദ്യത്തെ ദിവസം തൊട്ട് ഞങ്ങൾ ഇവിടെ കാണും, ഞങ്ങൾക്ക് റൂം ഇട്ടിരിക്കണം. അവർക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാ വർഷവും ഓരോ നിലകളിൽ തുടർമാനം വരുന്ന ഒരുപാട് യഹൂദന്മാര് ആ ദേശം മുഴുവൻ കിലോമീറ്റർ ദൂരം താമസിക്കുക. പക്ഷെ കർത്താവ് 2 പേരെ ഇങ്ങോട്ട് വിളിച്ചു. എനിക്ക് നന്നായിട്ടറിയാം യെരൂശലേമിൽ പെസഹയുടെ അപ്പത്തിന്റെ പെരുന്നാൾ നടക്കുകയാണ്. പക്ഷേ അതൊന്നും എനിക്കറിയണ്ട. നമുക്ക് പെസഹ കഴിക്കാൻ ഒരിടം നിങ്ങൾ കണ്ടെത്തണം. ഉടനെ അവരെ കൈകാലുകൾ വിറച്ചുകൊണ്ട് അടുത്ത ചോദ്യം, അപ്പാ എവിടെ ഒരുക്കണം? ഈ ചോദ്യം നമ്മളും പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ചോദിക്കാറില്ലേ? സമയം ഇത്രയായി, ഇനിയും വല്ലതും നടക്കുമോ? എൻ്റെ കുഞ്ഞിൻ്റെ പ്രായം ഇത്രയായി, ഇനിയും വല്ലതും നടക്കുമോ? ഞങ്ങളുടെ സഭയുടെ അവസ്ഥകൾ ഇനിയും വല്ലതും നടക്കുമോ? ഞങ്ങളുടെ കുടുംബങ്ങളുടെ അവസ്ഥ എവിടെ, എന്താ എന്നുള്ള ചോദ്യം ഇന്ന് പകൽ നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് പലപ്പോഴും ഉരുവിടാറില്ലേ? ഇനിയും വല്ലതും നടക്കുമോ? സാധ്യതയുണ്ടോ? അവിടെ ഇടയുമില്ല, സ്ഥലവുമില്ല. എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചപ്പോൾ, എവിടെ ഒരുക്കുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കർത്താവ് പറയുന്ന കണ്ടോ, എവിടെ ഒരുക്കുമെന്ന് ചോദിച്ചു. അടുത്ത് സ്തോത്രം. ദൈവമക്കളെ ശ്രദ്ധിച്ചേ, ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ കൈകാലുകൾ വെച്ച് മനസ്സൊത്തിരി സന്തോഷിച്ചു. ഈ മനുഷ്യൻ എങ്ങനെ അറിയാം 2 പേരെൻ്റെ വീട്ടിൽ വരുമെന്ന്? ഇവര് വരുന്നതിന് മുന്നമേ ഈ പുള്ളി എന്തോ ചെയ്തിട്ടിരിക്കുക പറഞ്ഞേ, വിരിച്ച് പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുക. എത്ര തിരക്ക് പിടിച്ച ഉത്സവം അവിടെ നടന്നാലും എൻ്റെ കർത്താവിനിരിക്കാൻ നിന്റെ വീട്ടിലിടമില്ലെങ്കിൽ നിന്റെ ആരാധന വ്യർത്ഥമാ. ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ അതുവഴി പോകും. എന്തൊരു റൂട്ട് മാപ്പ് അത്! നിങ്ങൾ അവനോട് എന്ന് പറയണം, ഇത്രയും പറഞ്ഞാൽ മതി.
കർത്താവിന് യേശുവിന് ശിഷ്യന്മാർക്കും പെസഹ കഴിക്കാൻ നിന്റെ വീട് എന്തുവാ ഒരുക്കിയിട്ടിട്ടുണ്ടോ? അടുത്തവന് ചോദ്യം എന്നാണെന്നറിയോ? പറയുന്നതിന് മുമ്പ് വിളിച്ചോണ്ട് പോയിട്ട് വാതിൽ തുറന്ന് ചൂണ്ടിക്കാണിച്ചു, ഈ സ്ഥലം ഇത് നിങ്ങൾക്ക് വേണ്ടി റിസർവ്ഡാ. എത്ര ഉത്സവം നടന്നാലും, എത്ര വലിയ വലിയ പരിപാടികൾ നിന്റെ വീട്ടിൽ നടന്നാലും, സമൂഹത്ത് എത്ര വലിയ 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 അനുഭവങ്ങൾ നടന്നാലും, നിന്റെ വീട് കർത്താവിന് പ്രിപ്പയർ അല്ലെങ്കിൽ, സ്തോത്രം, ഇതിനകത്ത് ജോലി നല്ലതാ, യാത്രകൾ നല്ലതാ, ചടങ്ങുകൾ നല്ലതാ, പക്ഷേ തിരക്ക് പിടിച്ച നടുവിലും എൻ്റെ കർത്താവിന് വന്നാൽ നിൻ്റെ വീട്ടിൽ ഇടം ഉണ്ടോ എന്നുള്ളത് ഇന്ന് പകൽ ദൈവസഭ പരിശോധിച്ചോണം. ഈ ആത്മീക ദൂതി എനിക്കറിയാം, ഇതിനകത്തിരിക്കുന്ന മലയാളി സമൂഹങ്ങളോടാണ് ഞാൻ പറയുന്നതിനറിയാം. നിങ്ങൾക്കത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളതും നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നുള്ളതും ഒക്കെ എനിക്കിവിടെ നിന്ന് പിടികിട്ടും. പക്ഷേ ദൈവം എന്നെ ഏൽപ്പിച്ച ആലോചനയാണ് ദൈവസഭയോട് ഞാൻ പറയാം. ആ തിരക്കുകളുടെ നടുവിലും, സ്തോത്ര, ഉത്സവങ്ങൾ പാറിപ്പറന്ന് കൊടികുത്തി നിൽക്കുന്നതിന് നടുവിലും ആ മനുഷ്യൻ ഒരു മുറി ചൂണ്ടിക്കാണിക്കണമെങ്കിൽ അവൻ്റെ നിയോഗം എന്താ? അവന്റെ അകത്ത് വ്യാപരിച്ച ദൈവകൃപ എന്താ? എത്ര തിരക്കുണ്ടെങ്കിൽ എൻ്റെ വീട് കർത്താവിനുള്ള വീടാ. എത്ര ഉപവാസമാണെങ്കിലും, എത്ര നന്മകളാണെങ്കിലും, എത്ര യാത്രകളാണെങ്കിലും എനിക്ക് എൻ്റെ വീട്ടിൽ ദൈവത്തിന് യേശുവിന് ഒരു സ്ഥാനമുണ്ടെന്ന്. എന്താ വിരിച്ചിട്ടിരിക്കുന്ന ഒരു മാളിക. നമ്മൾ ഈ പറഞ്ഞിട്ട് ചെല്ലുന്നത് കൊണ്ട് മിക്ക വീടുകളും എന്തിട്ടിരിക്കുക, വിരിച്ചൊരുക്കിയിട്ടേക്കുക. പറയാതെ എന്ന് കയറി കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ സെറ്റപ്പ് പിടികിട്ടുന്നത്. എൻ്റെ കർത്താവ് നോക്കി പറഞ്ഞോ, അവൻ നേരത്തെ എന്ത് ചെയ്തിരിക്കുക, ഒരുക്കിയിട്ടിരിക്കുക. എന്നാൽ ആദ്യമേ ഇതങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ ഈ പുള്ളികൾ കിടന്ന് ടെൻഷൻ അടിക്കണമായിരുന്നു. നിങ്ങളൊന്നും അന്വേഷിക്കേണ്ട, ഞാൻ ഒരിടത്ത് അന്വേഷിച്ചിട്ടുണ്ട്, അവിടോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? പക്ഷെ കർത്താവ് ആദ്യം എന്നാ പറഞ്ഞെന്നറിയാമോ? സ്ഥലം ഒരുക്കുവീൻ. അവിടെ തൊട്ടിമാർക്ക് ഉറക്കമില്ല. കർത്താവ് നമ്മുടെ ഉറക്കം ചിലപ്പോൾ നഷ്ടപ്പെടുത്തും. എന്തിനാണെന്നറിയാമോ? നമുക്ക് നിയോഗം കിട്ടാൻ വേണ്ടി. ഒറ്റ വാക്യം പറഞ്ഞപ്പോഴേ കർത്താവ് പറയുക, നിങ്ങളുടെ ടെൻഷൻ എനിക്ക് പിടി കിട്ടുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെന്ന് എനിക്കറിയാം. കാരണം അവിടെ അങ്ങ് ചെന്ന ഒരു വീട് നിങ്ങൾ ചെന്നാൽ കിട്ടത്തില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നമുക്കിരിക്കാൻ ഞാൻ നേരത്തെ അവിടെ ഒരു വീട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പോയി പറയുന്നതിന് മുന്നമേ അവിടെ ആ ദേശത്തൊരു പ്രാർത്ഥനാ മനുഷ്യനുണ്ട്, അവൻ ആ റൂം സെറ്റ് ചെയ്തിട്ടിരിക്കുക. ഓർത്തോണം. അപ്പോൾ എല്ലാ പ്രാവശ്യവും വീട്ടിൽ ആൾക്കാർ വരും. അവൻ്റെ വീട്ടിലും ആര് വന്നു? ഗസ്റ്റുകൾ വന്നു. അവൻ്റെ വീട്ടിലും ഗസ്റ്റുകൾ വന്നു. ആദ്യമേ ഗസ്റ്റുകളെല്ലാം താഴെ വന്നിരുന്നു. ഇവൻ്റെ ശ്രദ്ധ എങ്ങോട്ടാണെന്നറിയാമോ? സ്റ്റെയർ കയറി കുഞ്ഞുങ്ങൾ ആരെങ്കിലും മുകളിലോട്ട് പോകുന്നുണ്ടോ എന്നുള്ള തോന്നല. പറഞ്ഞതുമല്ല, കുരുപ്പ് പിടിച്ച കുറേ എണ്ണം എന്ത് ചെയ്യുന്നറിയാമോ? ഈ സീഡ് കയറി മുകളിലോട്ട് പോയപ്പോൾ ഈ പുള്ളി താഴോട്ട് വിളിച്ച്, കുഞ്ഞുങ്ങളെല്ലാവരും വന്നെങ്കിൽ എല്ലാവരും വന്ന്, അവിടെ കളിക്കാനുള്ള സ്ഥലമല്ല. എന്താണെന്നറിയാമോ? അവിടെ ഞാനൊരു മുറി അടച്ചിട്ടിട്ടുണ്ട്. ആ മുറി എൻ്റെ കുടുംബക്കാർക്ക് വേണ്ടിയുള്ളതല്ല, എന്നെ വിളിച്ചു വേർതിരിച്ച നസറേന യേശുവിന് വേണ്ടിയുള്ളതാ. ഇതിനകത്തിരിക്കുന്നവരോട് പറയാം, ചിലപ്പോൾ നീ കർത്താവിന് വേണ്ടി ചിലത് ഒരുക്കുമ്പോൾ ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടെന്ന് വരാം. അവർ പറയുക, ആരാ വരുന്നേ? തച്ചൻ്റെ മകൻ വരുന്നുണ്ട്, അവൻ്റെ കൂടെ ഒരു 10-12 പേരുമുണ്ട്. അവനാണോ നിനക്ക് വലുത്? അമ്മാച്ചനായ ഞാനാണോ നിനക്ക് വലുത്? അവനാണോ നിനക്ക് വലുത്? അപ്പൻ്റെ പെങ്ങളായ മാവിയാണോ നിനക്ക് വലുത്? സ്തോത്രം. ബന്ധങ്ങൾ അവർ പറയാൻ തുടങ്ങും. ഉടനെ പുള്ളി പറഞ്ഞു എന്നറിയാമോ? എനിക്ക് ഈ ഭൂമിയിലെ ബന്ധത്തെക്കാൾ വലുത് എൻ്റെ പ്രാണനാഥന് വേണ്ടി ഒരു റൂം കൊടുക്കുന്നതാ. ഇതിനകത്തിരിക്കുന്നവരോട് പറയാം, അവനെ ഒരുപക്ഷെ വേണ്ട നിലയിൽ അംഗീകരിക്കാൻ തുടങ്ങുമ്പോൾ ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടെന്ന് വരാം. വേണ്ട നിലയിൽ അവനെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ ചില ബന്ധങ്ങൾ പിന്നീട് നിൻ്റെ വീട്ടിൽ വന്നില്ലെന്ന് വരാം. തളർന്നു പോകണ്ട. എൻ്റെ കർത്താവിന് നിൻ്റെ വീട്ടിൽ ഇരിക്കാനൊരു ഇടം ഒരുക്കണം. വീട്ടിൽ പ്രാർത്ഥനയൊക്കെ വെക്കണം. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇനി മാസത്തിൽ 2 കോട്ടേജ് മീറ്റിംഗ് വെച്ചാലോ എന്ന്. ഒരു വീടുകളിൽ ഇപ്പം ആഹാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് കോട്ടേജ് മീറ്റിംഗ് ഈസിയാണ് വെക്കാൻ. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു നിയോഗം കിട്ടിയാൽ ചിലപ്പോൾ എല്ലാ മാസത്തിൻ്റെയും 2 പ്രാവശ്യം കോട്ടേജ് മീറ്റിംഗ് നടക്കട്ടെ. കാരണം അങ്ങനെങ്കിലും എല്ലാവരും ഒന്ന് കാണാൻ പറ്റുമല്ലോ. ഉപവാസ പ്രാർത്ഥന വേണ്ട, ബൈബിൾ ക്ലാസ് വേണ്ട, ഒന്നും വേണ്ട. എന്നാൽ വർഷത്തിൽ ഇപ്പോൾ ഇതിനൊരു കോട്ടേജ് മീറ്റിംഗ് കഴിഞ്ഞ് 1.5 വർഷം 2 വർഷം കാത്തിരിക്കണം അടുത്ത പ്രയർ എൻ്റെ വീട്ടിൽ വരണമെങ്കിൽ. ഇടയ്ക്ക് 1-2 പ്രയർ വരുവാണെങ്കിൽ അതൊരു സന്തോഷമല്ലേ. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കുക, കർത്താവിന് ഇടവില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയാണ്? ഈ സേവിങ് ഒക്കെ എന്തിനാ? ഒരു ചെറിയ കുരു വന്നാൽ മതി, വിഡ്രോവൽ ആകത്തില്ല എല്ലാം, ഇല്ലേ? അതുകൊണ്ട് ആ മനുഷ്യൻ വെള്ളം കോരിക്കൊണ്ട് നടന്നപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഹല്ലേലൂയ. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയനോട്
11 ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കാനുള്ള ശാല എവിടെ? ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറവീൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക. എന്തോ വിരിച്ചൊരുക്കിയ വൻമാളിക. അപ്പോൾ ആ ഇടവില്ലാത്തതിൻ്റെ നടുവിലും ഒരു ഭയങ്കര വിശാലമായ സ്പേസ് ക്രമീകരിച്ചിട്ടിരിക്കുക. ഞാൻ പറയാൻ കാരണം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, യഹൂദന്മാർ കിടക്കുകയും കഴിക്കുകയും ചെയ്യുന്ന അവരുടെ കാലുകൾ നൂർത്തിട്ട, തലയ്ക്ക് കൈ കൊടുത്തവർ ചാരിക്കിടക്കുന്ന സ്വഭാവമുള്ളവർ യഹൂദന്മാർ. അവരാഹാരം കഴിക്കുമ്പോഴും ചാരി കാലുകൾ മുൻപോട്ട് നീട്ടിയിട്ടാണ് ആഹാരം കഴിക്കുന്നത് പണ്ട് കാലങ്ങളിൽ. അപ്പോൾ ഓർത്തോണം, ഈ 13 പേർക്കും നീണ്ടു നൂർന്ന് കിടക്കണം. 13 പേരുടെയും കാലുകൾ നീട്ടിയിടണം. എൻ്റെ യേശുവിന് നീണ്ടു നൂർന്ന് കിടക്കണം. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ ഭവനത്തിലെ ഏറ്റവും വിശാലമായ സ്ഥലം എൻ്റെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ തുടങ്ങി. നാം കൊടുക്കേണ്ട ഏറ്റവും വാല്യുവായിട്ടുള്ള സ്ഥലം, നാം കൊടുക്കേണ്ട ഏറ്റവും വിലപ്പെട്ടത് സ്ഥലം, ഏറ്റവും വിലപ്പെട്ടത് ദൈവത്തിന് കൊടുക്കാൻ തയ്യാറായാൽ നമ്മുടെ കുറവുകളെ പരിഹരിക്കുന്നൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറയ്ക്കുവാൻ കഴിയണം. ഇവിടെ കണ്ടോ, 12 പേരടങ്ങുന്ന കൂട്ടമാണ് അപ്പം വിളമ്പിയത്. 12 പേരുള്ള കൂട്ടമാണ് കടലിൽ കൂടെ പടകുമായിട്ട് അക്കരെ പോയത്. 12 പേരുള്ള കൂട്ടമാണ് കൊട്ടയിൽ അപ്പം നിറച്ചെടുത്തത്. ഇതൊക്കെ അവിടെ നടക്കുമ്പോഴും എൻ്റെ കർത്താവ് ഈ 12 2 പേരെ തിരഞ്ഞെടുക്കാൻ കാരണം, നമ്മുടെ സഭയിൽ ഒരുപാട് പേരുണ്ട്, കാര്യങ്ങൾ ശരിയാണെങ്കിലും എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്ന നിയോഗം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, അതിനിടയിൽ നിന്ന് ദൈവം പൊക്കും. അത് ഞാനാകണമേ, എൻ്റെ കുടുംബമാകണമേ, എൻ്റെ കുഞ്ഞുങ്ങളാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയും. അതിൻ്റെ 9ാമത്തെ വാക്യം കണ്ടോ, എവിടെ ഒരുക്കണം? പലപ്പോഴും നമ്മുടെ ഈ ചോദ്യം, നമ്മുടെ തലമുറയെ ജോലിയെക്കുറിച്ച് ചോദിക്കാൻ, ഹല്ലേലൂയ, കർത്താവ് ഈ 12 ഒന്നുകൂടെ 13 പേരായില്ലേ, ഈ 13 ആരെങ്കിലും ഒരാളെങ്കിലും എന്നെ ആക്കണമേ എന്ന് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? എന്നാൽ ഇന്നു മുതൽ നാം പ്രാർത്ഥിക്കേണ്ടത്, ഈ 13 എൻ്റെ കർത്താവ് നിയോഗം തന്ന ആരെ വിടുന്നോ ആ വ്യക്തിയാക്കി എന്നെ മാറ്റണമെന്ന് നമുക്ക് എത്ര പേർക്ക് ആഗ്രഹിക്കാൻ പറ്റും? നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ, അനുഭവങ്ങൾക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി ചില പ്രിപ്പറേഷൻ ഉണ്ടാകട്ടെ. സ്തോത്രം. ഒരു മുറി കർത്താവിന് വേണ്ടി കിടക്കാൻ കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഏത് സമയവും വന്നാൽ, ചിലത് വിസിറ്റിങ്ങിന് ചെല്ലുമ്പോൾ പാസ് പറഞ്ഞിട്ട് വരുമായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്ന് പ്രിപ്പയർ ആകാൻ. എന്തോ പ്രിപ്പയർ ആകാനാ? ഞാൻ നിങ്ങളിൽ ഒരാളല്ലേ, ഞാനും നിങ്ങളെപ്പോലെ താമസിക്കുന്ന ഒരു വ്യക്തിയല്ലേ. എന്തോ പ്രിപ്പയർ ആകാനാ? എന്തോ വിരിച്ചൊരുക്കാൻ ഞാൻ കിടക്കാൻ വരുവാണോ? അല്ല. കർത്താവ് വല്ലതും പറഞ്ഞിട്ടാണോ വരുന്നത്? അല്ല. കള്ളനെ പോലല്ലേ വരുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ വന്നാൽ, നമ്മുടെ വീട്ടിലൊരാൾ വന്നാൽ, നമ്മുടെ വീട്ടിലൊരാൾ ആഹാരം കഴിച്ചാൽ, വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അത് സന്തോഷത്തോടായിരിക്കണം. മനസ്സ് മടുത്തു പോകരുത്, മനസ്സ് മടുപ്പിക്കരുത്, മുഖം വാടിക്കളയരുത്. സ്നേഹത്തോടെ ദൈവമക്കളെ സ്വീകരിക്കുക. സ്നേഹത്തോടെ. നമ്മുടെ ദൈവസഭയിലുള്ളവരൊക്കെ അങ്ങനെ തന്നെയുള്ളവരെങ്കിലും ഈ ഭാഗവുമായി കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ പലയിടത്തും ചെല്ലുമ്പോൾ, നമ്മുടെ ഇതര സഭകളിൽ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ നാം കണ്ടിട്ടില്ലേ, ചില ഭവനങ്ങളിലേക്ക് ചെന്നാൽ ഇരുട്ട് വ്യാപരിച്ച് കിടക്കുന്നത്, ഒരു വെളിച്ചമില്ലാത്ത അവസ്ഥ, ഒരു വൃത്തിയില്ലാത്ത അവസ്ഥ. ഇന്ന് പകൽ ആ ഒരു അനുഭവത്തിലേക്ക് പോകണം. വീട്ടിലൊക്കെ വരും, വെള്ളം എടുക്കട്ടെ എന്നൊന്നും ചോദിക്കണ്ട, അങ്ങ് എടുത്തോണേ, കുടിച്ചോളാം. കർത്താവ് ഇവിടെ എന്നെ വളരെ സ്വാധീനിച്ചൊരു ഭാഗമാണ്. വിരിച്ചൊരുക്കിയൊരു വൻമാളിക അവൻ കാണിച്ചു തരും. ഇന്ന് പകൽ ആ ദൈവകൃപയാണ് നമ്മളെ നിർത്തുന്നത്. ദൈവം നമുക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നാം അറിയാതെ നിന്റെ ശൂന്യതയുടെ നടുവിൽ നമുക്ക് വേണ്ടി ദൈവം ചിലത് കരുതിയിട്ടുണ്ട്. അബ്രഹാം താഴെ നിന്ന് മുകളിലോട്ട് കയറിയപ്പോഴേ എൻ്റെ കർത്താവ് അബ്രഹാമിന് വേണ്ടി ചിലത് ഒരുക്കി വിട്ടിരിക്കുക. ഇന്ന് പകൽ ഓർത്തർ, ദൈവം നിനക്ക് വേണ്ടി ചിലത് ഒരുക്കിയാൽ അതിനൊരു പൂർത്തീകരണമുണ്ട്. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ചിലത് പ്രിപ്പയർ ചെയ്താൽ ഫർണിഷ് ചെയ്ത് വെച്ചിരിക്കുക. ഓർത്തോണം, അവിടെ കണ്ടോ, വായിച്ച വേദഭാഗം നമുക്കറിയാം. അവിടെ ഫർണിഷ് ചെയ്ത് വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക ഞാൻ നിനക്ക് കാണിച്ചു തരും. അവൻ കാണിച്ചു തരും. അവിടോട്ടം കയറിക്കോണം. എത്ര ഉത്സവം അവിടെ നടന്നാലും നമുക്ക് വേണ്ടി ദൈവം കരുതുവന്നേ. എങ്ങനായിത്തീരും, എന്തായിത്തീരും, എങ്ങനെ ചിന്തിക്കുമെന്നൊക്കെ നാം ചിന്തിക്കുമ്പോൾ കർത്താവ് നമ്മളെ നിലനിർത്തുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ കരുതലത. കരം കൊണ്ടെടുത്ത് സ്തോത്രം ചെയ്തേ. നമുക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? മനസ്സുമടുത്ത് ഇനി എന്തു ചെയ്യും, എവിടെ ഒരുക്കും,
എങ്ങനായി തീരുമെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടി മറ്റൊരിടത്ത് ദൈവം ചില ഫർണിഷ്ഡായിട്ടുള്ള സെറ്റപ്പ് ഒരുക്കിയതിന് ശേഷമാണ് ജീവിതത്തിൽ ദൈവം നമ്മളെ മറ്റു തലത്തിൽ കൂടെ കൊണ്ടുപോകുന്നതെന്നുള്ളത് ഇന്ന് പകൽ മനസ്സിലാക്കുവാൻ ദൈവം സഹായിക്കട്ടെ. കാണാൻ പറ്റിയിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത ആ മനുഷ്യൻ, ഹല്ലേലൂയ, ഇവരെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, ഇവർ വരുമെന്നും അറിയത്തില്ല, പക്ഷേ അവർ വളരെ പ്രതീക്ഷയോടെ ആ മനുഷ്യൻ റൂം ക്രമീകരിച്ചിട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരോട് പറയാം, നമ്മുടെ കർത്താവ് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അവന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്തോണം. ഈ ഒരു വൻമാളികയെ നമ്മുടെ ഹൃദയമായി കാണുക, നമ്മുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യുവാൻ വലിയവനായ ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവേൻ, അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ധനവാന്റെ കാര്യങ്ങൾ, ലാസറിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ദൈവനാമത്തിന് വേണ്ടി എത്രത്തോളം നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യുന്നോ അത്രത്തോളം ദൈവം ചില ഒരുക്കങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. കുടുംബത്തിലെ ശോധനകൾ മാറട്ടെ, കുടുംബത്തിലെ കുറവുകൾ മാറട്ടെ, കുടുംബത്തിലെ വേദനകൾ മാറട്ടെ. ഇതൊക്കെ മാറണമെങ്കിൽ നമ്മുടെ വീട്ടിലൊരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. അതെന്നിൽ കൂടാകണമേ, എൻ്റെ കുടുംബങ്ങളിൽ കൂടാകണമേ, എൻ്റെ ചുറ്റുപാടിൽ കൂടാകണമേ, എൻ്റെ അനുഭവങ്ങളിൽ കൂടാകണമേ. ഇന്ന് പകൽ നമ്മൾ ആഗ്രഹിക്കണം, നാം അത് പ്രാർത്ഥിക്കണം. ദൈവം എന്നിൽ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവേ, എനിക്ക് എൻ്റെ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കണം. ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ഏതെല്ലാം ക്ലേശങ്ങൾ വന്നാലും എനിക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കും. വിശ്വസിക്കുന്നവർ കാര്യങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയ്ക്കാം. എനിക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കും. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, എൻ്റെ മകന് വേണ്ടി, എൻ്റെ മകൾക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞിന് വേണ്ടി, എൻ്റെ ചുറ്റുപാടിന് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി ദൈവം ചിലത് പ്രിപ്പയർ ചെയ്യും, ചിലത് ഫർണിഷ് ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ കരത്തിലേക്ക് പൂർണ്ണമായി നമുക്കൊരു നിമിഷം കൂടെ സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം. എല്ലാ ഹൃദയവും ദൈവത്തിൽ നിന്ന് പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശു എൻ്റെ വീട്ടിൽ വരുമെന്ന് നേരത്തെ നാം കണ്ടോണം. എൻ്റെ യേശു നമ്മുടെ വീട്ടിൽ വരുമെന്ന് നേരത്തെ നാം കണ്ടോണം. അവൻ വന്നാൽ ഇരിക്കുവാനുള്ള സ്പേസ് നിൻ്റെ വീട്ടിലുണ്ടാകണം. നിൻ്റെ ഹൃദയത്തിൽ അതിനുള്ള സ്പേസ് ഉണ്ടാകണം. സ്തോത്രം. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം ഡ്രൈവ് ചെയ്യുമ്പോൾ, നാം ജോലി ചെയ്യുമ്പോൾ, നാം കിച്ചണിലായിരിക്കുമ്പോൾ, എവിടെയായിരുന്നാലും നമ്മുടെ ഹൃദയത്തെ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം. ദൈവം നമ്മളെ ഒരുക്കട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ മേലെ നടക്കട്ടെ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തോത്രത്തിൽ അല്പതിന്. കർത്താവേ, നാഥ, തിരക്കുകളുടെ നടുവിൽ പലപ്പോഴും സ്പേസ് ഒരുക്കാൻ, പ്രിപ്പയർ ആകാൻ എനിക്ക് കഴിയാതെ പോയിട്ടുണ്ട്. എപ്പോൾ കർത്തൃമേശ നടത്തിയാലും അതെടുക്കാനുള്ള പ്രിപ്പറേഷൻ ദൈവം എനിക്ക് തരണമേ. എപ്പോൾ കർത്താവ് ദൈവമക്കൾ എൻ്റെ വീട്ടിൽ വന്നാലും അവർക്ക് സന്തോഷത്തോടെ പ്രിപ്പറേഷൻ ഉണ്ടാകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളും, എല്ലാ വ്യക്തികളും ഒരു നിമിഷം കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കും. യേശു നിൻ്റെ വീട്ടിലുണ്ടോ? ആരും വന്നിട്ടില്ലെങ്കിലും യേശു നിൻ്റെ വീട്ടിലുണ്ട്, അത് മതി. പ്രമാണത്തിൽ നിന്നതുകൊണ്ട് ഏതെങ്കിലും ബന്ധങ്ങൾ നിനക്ക് നഷ്ടപ്പെട്ടോ? സാരമില്ല, എൻ്റെ കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. ഞാൻ നിൻ്റെ വീട്ടിൽ കയറിയതിൻ്റെ പേരിൽ, യേശു നിൻ്റെ വീട്ടിൽ കയറിയതിൻ്റെ പേരിൽ ആരെങ്കിലും നിന്നെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടോ? അവരുടെ മുൻപിൽ എൻ്റെ കർത്താവ് ഞങ്ങളെ മാനിക്കണമേ. നിന്ദിച്ചവരുടെ മുൻപിൽ ദൈവം ഞങ്ങളെ മാനിക്കണമേ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വാത്സല്യ സിജിം ഭാഷ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം.